തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹീതരും ദൈവത്തിന് പ്രിയരുമായ വചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, കർത്തൃദാസന്മാരെ, അനുഗ്രഹീതമായ ഒരു ദിവസം കൂടെ ദൈവമായ കർത്താവ് നമുക്ക് സമ്മാനിച്ചിരിക്കയാൽ ഈ നല്ല ദിവസത്തെ സുന്ദരമാക്കാൻ ദൈവത്തിൽ തന്നെ ആശ്രയിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ നാം ഒന്നിച്ച് ദൈവവചന കേൾവിക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. വചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്ന കൂടെ ദൈവാദി ദൈവവും കർത്താദി കർത്താവുമായിരിക്കുന്ന മഹാദൈവത്തിൻ്റെ ആർദ്രതയും സ്നേഹവും ഓരോ നിമിഷത്തെയും ഏറ്റവും ശ്രേഷ്ഠമാക്കാൻ, നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയാളികളാക്കി മാറ്റാൻ കർത്താവിൻ്റെ വചനം തന്നും ആലോചന തന്നും സ്നേഹം തന്നും കൈ പിടിച്ച് നടത്തുന്ന ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയറ്റുന്ന കൂടെ ദൈവത്തിൻ്റെ തിരുകൃപകൾക്ക് ഒരിക്കൽ കൂടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ദൈവത്തോട് നന്ദി കരയറ്റിക്കൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വേദവാക്യം അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൻ്റെ 41-ാം വാക്യത്തിൽ നിന്ന് വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 41-ാം വാക്യം. പത്രോസ് കൈകൊടുത്ത് അവളെ എഴുന്നേൽപ്പിച്ചു, വിശുദ്ധന്മാരെയും വിധവമാരെയും വിളിച്ച് അവളെ ജീവനുള്ളവളായി അവരുടെ മുമ്പാകെ നിർത്തി. അവളെ ജീവനുള്ളവളായി അവരുടെ മുമ്പാകെ നിർത്തി. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീത എന്നു പേരുള്ളൊരു ശിക്ഷ, അവൾ അപ്രതീക്ഷിത സാഹചര്യത്തിൽ അകാരണമായി എന്ന് പറയാം മരണപ്പെട്ടു. ദൈവസഭയുടെ ആദ്യത്തെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നടക്കുകയാണ് യോപ്പയിൽ. യേശുക്രിസ്തു ഭൂമിയിലായിരുന്ന സമയത്ത് 3 പേരെ ഉയർപ്പിച്ചിട്ടുണ്ട്. പഴയ നിയമഭക്തന്മാരിൽ ചിലരും ഉയർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ കർത്താവ് ഇവിടുന്ന് സ്വർഗാരോഹണം ചെയ്ത ശേഷം പരിശുദ്ധാത്മാവ് ഭൂമിയിൽ കൂടിയിരുന്ന ദൈവമക്കളുടെ നടുവിൽ ഇറങ്ങി വരികയും ആത്മാവ് അവരെ സജീവമാക്കി ദൈവസഭയാക്കി പുറത്തേക്ക് ഇറക്കിയതിന് ശേഷം പത്രോസ് ആദ്യമായി സഭയുടെ നടുവിൽ ഒരാളെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ്. ആ സംഭവം ആ പാരഗ്രാഫിനകത്ത് വളരെ വിശദമായിട്ട് എഴുതിയിരിക്കുന്നു. ഇവിടെ തബീത മരിച്ചു. തൊട്ടുപുറകിൽ എഴുതിയിരിക്കുന്നൊരു വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അവർ അവളെ കുളിപ്പിച്ച് കിടത്തി. ഇനി എഴുന്നേൽക്കത്തില്ല, ഇനി ആരുടെ മുമ്പിൽ നിൽക്കത്തില്ല. മരിച്ചുപോയ, ഇവിടെ പത്രോസ് പ്രാർത്ഥിച്ച ശേഷം തബീതയ്ക്ക് നേരെ തിരിഞ്ഞെന്നല്ല, ശവത്തിനു നേരെ തിരിഞ്ഞെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ശവമായി പോയൊരു വിഷയം. തബീത കർത്താവിനെ സേവിച്ചും കർത്താവിനെ ആരാധിച്ചും അനേകർക്ക് നന്മ ചെയ്തുമൊക്കെ ജീവിച്ചു പോരവേ പെട്ടെന്ന് ശവമായി പോകുക. ആ വാക്ക് കേൾക്കാൻ സുഖമുള്ളതല്ല, പറയാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഒരു മനുഷ്യൻ, ഒരു വ്യക്തി ആ പരുവത്തിലേക്കായിപ്പോയി. ആ വിഷയം പത്രോസിനെ അറിയിച്ചു. പത്രോസ് ഇവിടെ കടന്നു വന്നു. മാളികമുറിയിൽ ശവസംസ്കാരത്തിനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്ത്, അന്നത്തെ കാലത്ത് അധികം നേരം ഡെഡ് ബോഡി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റാത്ത സാഹചര്യം, ഇന്നത്തെ പോലെ 3-4 ദിവസം ആരോ വരുന്നത് കാത്തു കെട്ടിയിരിക്കാൻ പറ്റാത്ത സൗകര്യങ്ങൾ, ആധുനിക ക്രമീകരണങ്ങളില്ലാത്ത ആ കാലഘട്ടത്തിൽ അന്നത്തെ ദിവസം തന്നെ ശവസംസ്കാരം നടക്കുകയാണ് സ്വാഭാവികമായി നടക്കുന്നത്. നമുക്കത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ശവം കുളിപ്പിച്ച് മാളികമുറിയിൽ വെള്ളം പുതപ്പിച്ച് നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ഇനി എഴുന്നേക്കത്തില്ല, ഇനി ചലിക്കത്തില്ല, ഇനി ആരുടെ മുമ്പിലും നിൽക്കത്തില്ല എന്ന് ഉറപ്പാക്കിയ വിഷയം. താടി കൂട്ടിക്കെട്ടി, കാലുകൾ കൂട്ടിക്കെട്ടി, അറിയാലോ ആ രീതിയിലൊക്കെ യഹൂദൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ശവസംസ്കാരത്തിൻ്റെ നടപടികൾ എന്താണോ അതെല്ലാം ചെയ്തു കഴിഞ്ഞു. അങ്ങനെ ചെയ്ത് തീർത്ത് മരണം സംഭവിച്ചു എന്ന് ഉറപ്പാക്കി ശവസംസ്കാരത്തിൻ്റെ ക്രമീകരണങ്ങളെല്ലാം ധൃതിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പത്രോസ് അവിടെ വന്നു. മാളികമുറിക്കകത്ത് കയറി അതിനകത്ത് നിൽക്കുന്ന പലരെയും പുറത്താക്കി. പത്രോസ് മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ശവത്തിന് നേരെ തിരിഞ്ഞ് തബീതയെ എന്ന് വിളിച്ചു. അവൾ കണ്ണു തുറന്നു, പത്രോസിനെ കണ്ടു, എഴുന്നേറ്റിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പത്രോസ് അവളെ കൈപിടിച്ച് വിധവമാരുടെയും വിശുദ്ധന്മാരുടെയും മുമ്പാകെ നിർത്തി. ഞാൻ ആ വാക്കാണ് ഇന്ന് ദൈവമക്കളിൽ ചിലർക്കുള്ള ഉറപ്പ് തരുന്നത്. ഇനി ഒരിക്കലും
ഇവരുടെ നടുവിൽ നിൽക്കുമെന്ന് വിചാരിച്ചതല്ല. വിശുദ്ധന്മാരുടെയോ ദൈവമക്കളുടെയോ തൻ്റെ സഹപ്രവർത്തകരുടെയോ മുമ്പിൽ ഒരിക്കൽ പോലും ഇനി നിൽക്കാൻ കഴിയുമെന്ന് വിചാരിച്ചതല്ല. വിശുദ്ധന്മാരുടെ എന്നുദ്ദേശിച്ചത് ആരാധിക്കുന്ന ദൈവസഭ, അവിടെ കൂടിപ്പോന്ന കൂട്ടായ്മ, അതിൻ്റെ നടുവിൽ നിന്നതല്ല ഈ കർത്തൃദാസൻ്റെ പ്രാർത്ഥന. പത്രോസിൻ്റെ ഉള്ളിൽ വ്യാപരിച്ച ദൈവശക്തി, പത്രോസിന് ദൈവം കൊടുത്ത അസാധാരണ ദൈവകൃപ, അപ്പോസ്തോലിക അധികാരം, ശുശ്രൂഷയുടെ ആ വലിയ ഉൾബലം, അത് പ്രയോഗിക്കപ്പെട്ടപ്പോൾ ഇനി ഒരിക്കലും നിൽക്കത്തില്ലെന്ന് വിചാരിച്ച സ്ഥാനത്ത് നിവരെ നിൽക്കത്തില്ല, കിടത്തിക്കളഞ്ഞ വിഷയമാണ്. ഞാൻ ഈ വേദപുസ്തകത്തിലെ വാക്കുകൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. പുറകിൽ എഴുതിയിട്ടുണ്ട്, ആ പാരഗ്രാഫിനകത്ത് എഴുതിയിട്ടുണ്ട്, അവർ അവളെ കുളിപ്പിച്ച് കിടത്തി. എല്ലാവരും കൂടി കിടത്തിക്കളഞ്ഞൊരു വിഷയം. ഞാനിതിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയല്ല, തെറ്റിദ്ധരിപ്പിക്കുകയല്ല. ഇനി എഴുന്നേക്കത്തില്ല എന്ന് വിചാരിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കാലുകൾ കൂട്ടിക്കെട്ടിയ, ഇനി സംസാരിക്കത്തില്ലെന്ന് ഉറപ്പാക്കിയ ശേഷം താടി കൂട്ടിക്കെട്ടിയ ആ വലിയ വിഷയം, മരണമുറപ്പാക്കിയ വിഷയം, നിൽക്കത്തില്ലെന്ന് സ്ഥിരീകരിച്ച വിഷയം, ആ വിഷയത്തെ ദൈവം കൊടുത്ത കൃപാവരം കൊണ്ട്, ദൈവം കൊടുത്ത ശുശ്രൂഷയുടെ അധികാരം കൊണ്ട് പിന്നെയും ജനമധ്യത്തിൽ നിർത്താൻ, വിശുദ്ധന്മാരുടെ മധ്യത്തിൽ നിർത്താൻ, വിധവമാരുടെയും തൻ്റെ സഹപ്രവർത്തകരുടെയും മധ്യത്തിൽ നിർത്താൻ പരിശുദ്ധ ദൈവത്തിൻ്റെ മഹാകൃപ കൊണ്ട് ശുശ്രൂഷ ഫലമേൽപ്പിച്ച ദൈവത്തിൻ്റെ അധികാരം കൊണ്ട് ഒരു ശുശ്രൂഷകന് സാധിച്ചു എങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ദൈവത്തിൻ്റെ തിരുമുമ്പാകെ ഇരുന്നു കൊണ്ട് ഞാൻ ദൈവാത്മാവിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ചിലർ കൂടി മരിച്ചവളായി കിടത്തിയവളെ ഒരുവന് കിട്ടിയ അധികാരം കൊണ്ട്, ഒരുവൻ്റെ പ്രാർത്ഥന കൊണ്ട്, ഒരുവനിൽ വ്യാപരിച്ച ജീവൻ്റെ ശുശ്രൂഷ കൊണ്ട് വേദപുസ്തകം പഠിപ്പിക്കുന്നു, ജീവനുള്ളവളായി നിർത്താൻ കഴിഞ്ഞു എന്ന്. പരിശുദ്ധാത്മാവ് ഇന്ന് പകരക്കാലം നിങ്ങളിൽ ചിലരിലേക്ക് മരിച്ചിട്ടില്ല, ശവപ്പെട്ടിക്കകത്തായിട്ടില്ല, താടി കൂട്ടിക്കെട്ടിട്ടില്ല, മൂക്കിൽ പഞ്ഞി വെച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ചില വിഷയത്തിൽ കിടന്നുപോയ, ഇരുന്നുപോയ, ഒതുങ്ങിപ്പോയ, ഇനി എഴുന്നേക്കത്തില്ലെന്ന് വിചാരിച്ചു പോയ ചില ഭൗതിക ആത്മീക വിഷയങ്ങൾ, നിങ്ങളുടെ ശുശ്രൂഷയിൽ ഒതുങ്ങിപ്പോയവരാണെങ്കിൽ, നിങ്ങൾ ജീവിതത്തിൽ ഇരുന്നു പോയവരാണെങ്കിൽ, ചില വിഷയത്തിനകത്ത് നിങ്ങൾ ആകപ്പാടെ തകർന്നു പോയവരാണെങ്കിൽ, ഇനി എഴുന്നേക്കത്തില്ല, ഇനി അവരുടെ മുമ്പിലേക്ക് ചെല്ലാൻ പറ്റില്ല, ഇനി അവരുടെ മുമ്പിൽ നിൽക്കാൻ കഴിയത്തില്ല എന്ന് വിചാരിച്ച വലിയ ഭാരമുള്ള വിഷയത്തിനകത്ത് നിങ്ങൾ കടന്നു പോയവരാണെങ്കിൽ, തീർന്നു പോയവരാണെങ്കിൽ, ശുശ്രൂഷ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ദൈവം കൊടുത്ത അധികാരം കൊണ്ടും ഒരു അപ്പോസ്തോലിക അധികാരത്തിൻ്റെ മുമ്പിൽ കടന്നുപോയ വിഷയങ്ങളെ കൈപിടിച്ചെഴുന്നേൽപ്പിച്ച് നിവരെ നിർത്താനും ദൈവമായ കർത്താവിന് കഴിയും എന്ന കാര്യം തെളിയിച്ച ഒരു ഭാഗമാണ് ഈ ഭാഗം. എന്നോട് ദൈവാത്മാവ് ഇന്ന് രാവിലെ ഭാഗം വായിക്കുമ്പോൾ ഹൃദയത്തിനകത്ത് തെളിയിച്ചു തന്ന വേദപുസ്തകത്തിൻ്റെ നിർമ്മല സത്യം ഞാൻ നിങ്ങളിൽ ചെറുക്കു വേണ്ടി ദൈവത്തിൻ്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്. നീ ഇനി എഴുന്നേക്കത്തില്ല, നീ ഇനി പൊങ്ങി വരത്തില്ല, നീ ഇനി മാനിക്കപ്പെടത്തില്ല, ഇനി നീ രക്ഷപ്പെടത്തില്ല, അവരുടെ മുമ്പിലേക്ക് ഇനി വരത്തില്ല, ചിലരുടെ മുമ്പിൽ ഇനി നിൽക്കാൻ കഴിയത്തില്ല എന്ന് വിചാരിച്ച വിഷയം നാണക്കേട് കൊണ്ടോ, അപമാനം കൊണ്ടോ, ഭാരം കൊണ്ടോ, കടഭാരം കൊണ്ടോ, മനസ്സറിയാത്ത വിഷയത്തിൽ ആരൊക്കെയോ ആരോപണങ്ങളുമായി മുമ്പിൽ നിന്ന് കുറ്റം വിധിച്ചതുകൊണ്ടോ ചിലരുടെ മുമ്പിലേക്ക് ഇനി ചെല്ലാൻ പറ്റില്ല, ചിലരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച വിഷയം എന്തു തന്നെയാകട്ടെ, ആ വിഷയത്തിൻ്റെ നടുവിൽ നിന്ന് സ്വർഗത്തിലെ ദൈവത്തിന് നിന്നെ നിർത്തേണ്ട സ്ഥാനത്ത് നിർത്താൻ കഴിയുമെന്നുള്ളത് തിരുവെഴുത്തിൻ്റെ നിർമ്മല സത്യമായിരിക്കയാൽ നിങ്ങളിൽ ചിലരോട് ദൈവാത്മാവ് പറയുന്നു, സ്വർഗീയ അധികാരം കൊണ്ട്, ദൈവിക ശുശ്രൂഷ കൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, സ്വർഗം അധികാരപ്പെടുത്തിയവരുമായിട്ടുള്ള സംസർഗം കൊണ്ട്, അവരുടെ ആഗമനം കൊണ്ട്, അവരുമായിട്ടുള്ള കൂട്ടായ്മ കൊണ്ട് ദൈവമായ കർത്താവ് ചിലരെ നിർത്തത്തില്ല എന്ന് വാദിച്ച, നിൽക്കാൻ കഴിയത്തില്ല എന്ന് വെല്ലുവിളിച്ച, ഇനി എഴുന്നേക്കത്തില്ല, ഇനി നിൽക്കുകയില്ല എന്നുറപ്പിച്ച വിഷയത്തെ ദൈവം പൊളിച്ചിട്ട് നിർത്തേണ്ട സ്ഥലത്ത് നിർത്തേണ്ടവരുടെ നടുവിൽ നിർത്താൻ ദൈവം
ദൈവം വിശ്വസ്തനാണെന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് ഉറപ്പ് തന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നു. ഏറ്റെടുക്കാൻ ആഗ്രഹമുള്ള അർഹതയുള്ള പ്രിയപ്പെട്ടവർ ഈ ഭാഗം അടിവരയിട്ടിട്ട് എൻ്റെ കുടുംബത്തിനകത്ത്, എൻ്റെ ജീവിതത്തിനകത്ത്, എൻ്റെ ജീവിത പങ്കാളിയുടെ കൂടെ എന്നെ നിർത്തത്തില്ലെന്ന് വാദിക്കുന്ന ചില ശക്തികൾ, എൻ്റെ കുടുംബത്തിനകത്ത് എനിക്ക് അവകാശമുള്ള സ്ഥലത്ത് എന്നെ നിർത്തത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന ശക്തികൾ, എൻ്റെ കുഞ്ഞിനെ, എൻ്റെ കുടുംബത്തിൽ പിറന്ന എൻ്റെ അവകാശത്തെ എൻ്റെ കൂടെ നിർത്തത്തില്ലെന്ന് പറഞ്ഞ് കെട്ടിവലിച്ചു കൊണ്ടുപോകുന്ന വൻകിട വ്യാപാര ശക്തികളുടെ നടുവിൽ സ്വർഗത്തിലെ ദൈവം നിർത്തേണ്ടവരുടെ കൂടെ നിർത്തേണ്ടവരുടെ നടുവിൽ നിർത്താൻ വിശ്വസ്തനാണെന്ന് പരിശുദ്ധാത്മാവിൽ പറയുമ്പോൾ ആ വിഷയത്തെ സ്നേഹത്തോടെ ദൈവം തരുന്നൊരു സന്ദേശത്തെക്കാൾ അപ്പുറം എൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവിക അധികാരത്തിൻ്റെ വാക്കുകളാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഏറ്റെടുക്കാൻ തയ്യാറായാൽ ഒക്ടോബർ തീരുന്നതിനേക്കാൾ മുമ്പ് സ്വർഗം നിന്നെ നിർത്താൻ ആഗ്രഹിക്കുന്നിടത്ത് നീ ഇനി വരില്ല, നീ ഇനി ഉണ്ടാകില്ല, നീ ഇനി നിൽക്കത്തില്ല, നീ ഇനി കാലൂന്നി നിൽക്കില്ല എന്ന് പറഞ്ഞവരുടെ നടുവിൽ സ്വർഗത്തിലെ ദൈവം നിൻ്റെ കെട്ടുകൾ അഴിച്ച് നിന്നിൽ ജീവൻ പകർന്ന് നിൻ്റെ കണ്ണുകൾ തുറന്ന് സ്വർഗം നിർത്താൻ വിശ്വസ്തനാകയാൽ പരിശുദ്ധാത്മാവ് അത് ചെയ്യാൻ സന്നദ്ധമായിരിക്കുന്ന സന്ദേശം നിങ്ങളുടെ കാതുകളിലെത്തുകയാണ്. ഇനി പ്രാർത്ഥിക്കുക. അധികാരത്തിൻ്റെ, ദൈവിക അധികാരത്തിൻ്റെ, പുതിയ നിയമ ശുശ്രൂഷയുടെ, അപ്പോസ്തോലിക അധികാരത്തിൻ്റെ, പരിശുദ്ധാത്മ നിറവിൻ്റെ ശുശ്രൂഷയുടെ കീഴയിലേക്ക് നിങ്ങൾ ചേർന്ന് നിൽക്കുക. നിങ്ങൾ മരണത്തിൻ്റെ ശുശ്രൂഷയല്ല, ജീവൻ്റെ ശുശ്രൂഷ എന്ന് തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്ന ആത്മീക അധികാരത്തിൻ്റെ ജീവിപ്പിക്കുന്ന പുതിയ നിയമ ശുശ്രൂഷയുടെ കൈക്കീഴിലേക്ക് പോരുക. അവിടെ നിങ്ങളെ എഴുന്നേൽപ്പിക്കത്തില്ല, നിവരെ നിർത്തത്തില്ലെന്ന് വെല്ലുവിളിച്ചവരെ ലജ്ജിപ്പിച്ചുകൊണ്ട് നിങ്ങളെ നിവരെ നിർത്താൻ, നിർത്തേണ്ടവരുടെ നടുവിൽ നിർത്താൻ ദൈവം വിശ്വസ്തനായിരിക്കയാൽ സ്വർഗം അത് ചെയ്യും. മരണപാശങ്ങൾ അഴിച്ച് നിങ്ങളുടെ നിർത്തേണ്ടിടത്ത് നിർത്താൻ ദൈവം ശക്തൻ. ഈ വാക്കുകൾ നമ്മെ ശക്തീകരിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിന് ഇന്ന് പ്രയോജനപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു തരുന്ന ദിവ്യ സന്ദേശത്തെ ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഞങ്ങളിൽ പലരെയും നിർത്തേണ്ട സ്ഥലത്ത് നിർത്താതെ ഞങ്ങൾ തീർന്നു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഒതുക്കി കിടത്തിയവരുടെ നടുവിൽ സ്വർഗസ്ഥനായ ദൈവം ഞങ്ങൾക്ക് വേണ്ടി നിയമിച്ചിരിക്കുന്നവരെ ഞങ്ങളുടെ അടുക്കൽ അയച്ച് അങ്ങ് കൊടുത്ത അധികാരം കൊണ്ട് മരണപാശങ്ങൾ അഴിച്ച് നിർത്തേണ്ടവരുടെ നടുവിൽ നിർത്താൻ ദൈവം വിശ്വസ്തനായിരിക്കയാൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് ദൂത് സ്വീകരിക്കുന്നു. ദൈവം നിർത്തും, ഞങ്ങളത് വിശ്വസിക്കുന്നു. കടഭാരം കൊണ്ട്, രോഗം കൊണ്ട്, കുടുംബ പ്രശ്നം കൊണ്ട്, നിരാശ കൊണ്ട്, പരാജയം കൊണ്ട് ജീവിതത്തിൽ ഇനി നിവരെ നിൽക്കത്തില്ല, എഴുന്നേക്കത്തില്ല, നിൽക്കാൻ കഴിയത്തില്ല എന്ന് വിചാരിച്ചു പോയ വിഷയങ്ങളെ ദൈവം മാറ്റി ഞങ്ങളെ നിർത്തേണ്ടവണ്ണം നിർത്താൻ വിശ്വസ്തനായിരിക്കയാൽ അത് സംഭവിക്കട്ടെ. ആയിരക്കണക്കിന് ആളുകൾക്ക് ഇത് പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.